അപ്പോൾ നമ്മുടെ നമ്മുടെ മോട്ടോ അണ്ണൻ്റെ പുതിയ ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്, മോട്ടോ എഡ്ജ് 50 Pro. സോ ഒബിയസ്ലി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മോട്ടോ എഡ്ജ് 50 Proയെ പറ്റിയാണ്. ഫോണൊന്നും എൻ്റെ കയ്യിലില്ല. ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക്കേഷൻസ്, ഒപ്പീനിയൻസ് അങ്ങനെയൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K POLED 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ മോട്ടോ ബ്രോ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മോട്ടോ എഡ്ജ് 50 Proയിലേക്ക്. അടുത്തതായി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫോണിലേക്ക് കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ആണ്. ഗെയിമിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് പോകും. ഒരു നല്ല പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 7 Gen 3. അപ്പോൾ പെർഫോമൻസ് ഒക്കെ ഉഗ്രനായിരിക്കും. അടുത്തതായി ക്യാമറ സെക്ഷനാണ്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെക്ഷൻ ഒന്ന് എടുത്തു പറയേണ്ട ഒരു സെക്ഷനാണ്. അപ്പം ഈ ഒരു ഫോണിൻ്റെ മെയിൻ ക്യാമറ വന്നിട്ട് 50 മെഗാപിക്സലാണ്. OISൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ 13 മെഗാപിക്സൽ പ്ലസ് 10 മെഗാപിക്സലിൻ്റെ ഒരു 3x ടെലിഫോട്ടോ ക്യാമാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയിലും 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. അടുത്തതായി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAhൻ്റെ ബാറ്ററിയാണ്. 5000 ആകാമായിരുന്നു, പക്ഷേ അവർ 4500 mAh ആണ് തന്നത്. പിന്നെ 125 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 68 വാട്ട്സും ഉണ്ട്. 18 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു 125 വാട്ട്സ് ആൻഡ് 68 വാട്ട്സ് എന്ന് പറയുന്നതിൻ്റെ കാരണം, നിങ്ങൾ 12GB റാം പ്ലസ് 256GB റോം വേരിയൻ്റാണ് എടുക്കണമെങ്കിൽ 125 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. അതേസമയം നിങ്ങൾ 8GB റാം പ്ലസ് 256GB റോം വേരിയൻ്റാണ് എടുക്കുന്നതെങ്കിൽ 68 വാട്ട്സേ തരുന്നുള്ളൂ. പ്രൈസ് ബാലൻസ് ചെയ്ത് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 125 വാട്ട്സ് വേണമെങ്കിൽ 8GB റാം പ്ലസ് 256GB റോം വേരിയൻ്റാണ് എടുക്കേണ്ടത്. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മുടെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 വരുന്നത്. മോട്ടോയുടെ ഹെലോ UIയിലാണ്. LPDDR5, UFS 3.1, NFC. എക്സ്ട്രയിലേക്ക് വരുമ്പോൾ IP68 ആണ് വരുന്നത്. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആണ്. ടെസ്റ്റിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, പിന്നെ വെള്ളത്തിനടി പോകണമെങ്കിൽ ഫോണും കൊണ്ടുപോകാം. IP68 ആണല്ലോ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. ഓക്കെ, മുമ്പ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും കൊണ്ടുവയ്ക്കരുത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡോൾബി അറ്റ്മോസ്. 3 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അത് നിങ്ങളിപ്പം കണ്ടു കാണും. അടുത്തതായി പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 8GB റാം പ്ലസ് 256GB റോം വേരിയൻറ്റിന് 31,999 രൂപയാണ്. 1 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 32 ആവും. അതുകൊണ്ട് 1 രൂപ നിങ്ങൾക്ക് കുറച്ച് തന്നതാണ്. ഓക്കെ, അത് ഓൾറെഡി അറിയാമല്ലോ. അണ്ടർ 50K എന്ന് പറയുമ്പോൾ 14,999. അണ്ടർ 20K എന്ന് പറയുമ്പോൾ 19,999. അതാണല്ലോ ഫോണിൻ്റെ ഒരു രീതി. പിന്നെ 12GB റാം പ്ലസ് 256GB റോം വേരിയൻറ്റിന് 35,999 രൂപയാണ്. ഓവറാൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റപ്പ് ഫോണാണ്, അത്ര പറയാം. 32 റേഞ്ചിൽ 1 രൂപയുടെ വ്യത്യാസമില്ല, അത് വേണ്ട. അത് 32 റേഞ്ചിൽ നല്ലൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് 125 വാട്ട്സിൻ്റെ ഇത് വേണമെങ്കിൽ 35,999, അതായത് 36,000 രൂപയ്ക്ക് വാങ്ങിക്കേണ്ടി വരും. അണ്ടർ 36K വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 125 കിട്ടും. ഇവിടെ പലരും ചെയ്യാത്ത ഒരു നല്ല കാര്യം ഇവർ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോക്സിനകത്ത് 125 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്റർ അവർ വെച്ച് തരുന്നുണ്ട്. Type-C to Type-C കേബിൾ പ്ലസ് ഒരു കേസും Type-C വിട്ടുകളാം. 125 വാട്ട്സിൻ്റെ അഡാപ്റ്റർ അവർ തരുന്നുണ്ട്. അതവിടെ പലരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അവരും അതുപോലെയൊക്കെ തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, പക്ഷെ തരില്ല ചെയ്യാൻ. ക്യാമറ ഗംഭീരമാണ്. ഒരു നല്ല സ്മാർട്ട് ഫോണാണ് നമ്മുടെ മോട്ടോ എഡ്ജ് 50 Pro. അപ്പം ഇതൊക്കെയാണ് മോട്ടോ എഡ്ജ് 50 Proയെ പറ്റിയിട്ട് പറയാനുള്ളത്, സ്പെസിഫിക്കേഷൻസ് ആൻഡ് മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ